വൈശാഖമാസം, ദാമോദരമാസം, ഗുരുവായൂർ, ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പം തന്നെ ഒരു പ്രത്യേക എനർജിയാണല്ലേ നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് പ്രവഹിക്കുക. വൈശാഖ മാസത്തിൽ ഗുരുവായൂർ വന്ന് ഒരുപാട് ആളുകൾ ഈ ചാനലൊക്കെ കാണുന്നുണ്ടെന്നറിയാം. അവർക്കറിയാം, അത് പറയേണ്ട ആവശ്യമില്ല, ഗുരുവായൂരിൻ്റെ ആ ഒരു മഹത്വം, ആ സമയത്തുള്ള ഒരു പോസിറ്റീവ് എനർജി, ആ നാമം ജപിക്കാൻ മാത്രമായിട്ട് ദാനധർമ്മങ്ങൾ നടത്താനായിട്ടുള്ള ഒരു മാസമായിട്ടാണ് നമ്മൾ വൈശാഖ മാസത്തെ കാണുന്നതല്ലേ. ഗുരുവായൂരിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു മാസത്തിൽ എത്തിച്ചേരുന്ന സമയം ഈ വൈശാഖ മാസത്തിൽ തന്നെയാണ്. വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന സമയമാണ്. ഗുരുവായൂരിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് മാതിരി ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും നമ്മുടെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ നടയിലുള്ള ആ ഒരു അനൗൺസ്മെൻറ്റും ഒക്കെ നമ്മളെ ആ ഒരു ഗുരുവായൂരിൻ്റെ ആ ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ കടക്കും. പിന്നെ നമ്മൾ വരിയിൽ നിന്ന് ഭഗവാനെ തൊഴുത് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗുരുവായൂരിനെ മനോഹരമാക്കും. ഗുരുവായൂരിൽ വൈശാഖ മാസത്തിൽ തിരക്കുണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ തിരക്കിനെ നമ്മൾ ഗുരുവായൂരിലെത്തിയിട്ട് ആ പുണ്യഭൂമിയിലാണ് നിൽക്കുന്നത് എന്ന് ഓരോ നിമിഷവും നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ കാഴ്ചകൾ കാണുക, നാമം ജപിച്ചുകൊണ്ട് വരിയിൽ നിൽക്കുക. അപ്പോൾ നമ്മളെ ഗുരുവായൂർ നമ്മളെ മനസ്സിലേക്ക് ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒഴുകി എത്തുന്നത് മാതിരി നമ്മൾ ഫീൽ ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടല്ലേ. അവർക്കൊക്കെ ഇപ്പോഴുള്ള ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഓരോ നിമിഷവും ഗുരുവായൂരിലെത്തുന്ന ആ ഒരു പ്രതീതി ജനിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പോയവർ പറയുന്ന വിശേഷങ്ങൾ കേട്ടിട്ടും, പണ്ട് കാലത്ത് അതൊന്നും ഇല്ലല്ലോ. എല്ലാം നമ്മൾ ഓരോ നിമിഷവും ഗുരുവായൂരപ്പനോട് ഗുരുവായൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഏത് സമയവും നാമജപവും ചർച്ചകളും ഒക്കെ തന്നെയാണ്. എന്തൊരു സുഖമാണെന്ന് അറിയോ. നമുക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു സുഗന്ധം നമ്മൾ ഫീൽ ചെയ്യും. എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവില്ലേ ചില സുഗന്ധങ്ങൾ. അപ്പം നമ്മൾ പ്രത്യേക സമയത്തൊക്കെ നമ്മൾ ഇത് എവിടെയോ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ. അതേമാതിരി ഒന്നാണ് ഗുരുവായൂർ. ചില കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ മുല്ലയുടെ ആ സുഗന്ധം വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും ഗുരുവായൂരിലെത്തുന്നതാണ്. ഗുരുവായൂരിലെ ഒരു കാഴ്ച, ആ വൈശാഖ മാസത്തെ ആ പ്രത്യേകതകൾ, അതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആസ്വദിക്കുക. പോകാൻ പറ്റുന്നവർ പോവുക. അങ്ങനെ ഗുരുവായൂരിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മൈൻഡ് പോസിറ്റീവാണ്. അത് തന്നെയാണ് ഗുരുവായൂരിൻ്റെ ആ ഒരു വൈബ്, ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. വിഷമിച്ച് കൊണ്ടുവരുന്ന ആളുകളും ഗുരുവായൂരിലെത്തുമ്പോൾ മനസ്സ് കണ്ണനോട് അടുത്തുകൊണ്ട് ആ ഭക്തി നിർഭരമായിട്ടുള്ള പ്രാർത്ഥനകളോടെ ആ അന്തരീക്ഷം മുഴുവനായിട്ടും പോസിറ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ഗുരുവായൂരിനുള്ളൊരു പ്രത്യേകതയാണ്. ഗുരുവായൂർ ഭക്തർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളും തെളിഞ്ഞ നല്ല മനസ്സോടൊക്കെ പോകുമ്പോഴാണ് പോസിറ്റീവായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു, ഇന്ന് ആരെക്കുറിച്ചും ദേഷ്യം പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. വൈശാഖ മാസത്തിൽ എല്ലാവരും ഗുരുവായൂരിലേക്ക് എത്തുക. തിരക്കുണ്ടാവും. തിരക്ക് ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകതയല്ലേ. തിരക്കില്ലാതെ ആളൊഴിഞ്ഞ സമയത്ത്, കൊറോണ സമയത്തുള്ളത് മാതിരിയൊന്നും അല്ലല്ലോ ഗുരുവായൂരിൻ്റെ ഭംഗി. ഗുരുവായൂരിൻ്റെ ഭംഗി എപ്പോഴും അങ്ങനെയാണ്.